കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 16-ന് കാസർഗോഡ് നടക്കും. ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. പാലക്കുന്നിലെ കാസർഗോഡ് വിഷൻ ടവറിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഥവാ COA-യുടെ 15ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനമാണ് ഫെബ്രുവരി 16-ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ RK മാളിൽ വെച്ച് നടത്തുന്നത്. ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായാണ് സുസജ്ജമായ സംഘാടക സമിതി രൂപീകരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ പാലക്കുന്നിലെ കാസർഗോഡ് വിഷൻ ടവറിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളുടെ സന്തതികളാണ് മാധ്യമങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയ MP പുതിയ കാല മാധ്യമ പ്രവർത്തനത്തിലെ മൂല്യച്യുതികളെക്കുറിച്ചും എടുത്തു പറഞ്ഞു. അതുപോലെ ജവഹർലാൽ നെഹ്റു 3 പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിന്റെ നാഷണൽ ഹെറാൾഡ്, ഖോമി ആവാസ് ഉറുദുവിൽ, അതുപോലെ നവജീവൻ ഹിന്ദിയിൽ, ബാലഗംഗാധര തിലകന്റെ പത്രമാണ് കേസരി. അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലമീൻ എന്ന് പറയുന്ന പത്രം, വക്കം അബ്ദുൽ ഖാദറിന്റെ സ്വദേശാഭിമാനി പത്രങ്ങൾ. ഈ പത്രങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച് പല പ്രാവശ്യം പത്രാധിപന്മാർ നിരോധനത്തിന് വിധേയമായിട്ടുണ്ട്. പത്രാധിപന്മാർ ജയിലിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭാവനകൾ. അതാണ് ഞാൻ പറഞ്ഞത്, കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ സന്തതികളാണ് നമ്മുടെ പത്രങ്ങൾ. കേരളത്തിലെ പത്രങ്ങൾ എടുത്താലും ഒന്നാമത്തെ മലയാള പത്രമായ ദീപിക, മനോരമ, മാതൃഭൂമി അടക്കമുള്ള എല്ലാ പത്രങ്ങളും, കേരളകൗമുദി. അപ്പോൾ പഴയ കാലത്തെ മാധ്യമം, അച്ചടി മാധ്യമം, അതെല്ലാം ഭരിക്കുന്ന ആളുകൾക്ക് അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ ഒരു കുടുംബം പോലെ കഴിയുന്നവരാണെന്നും സമൂഹത്തിനാകെ തണലേകുന്ന ഒരു വടവൃക്ഷമായി ഇവരുടെ സംരംഭം മാറിയിരിക്കുന്നുവെന്നും MP അഭിപ്രായപ്പെട്ടു. ഈ കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ ഒരു വലിയ കുടുംബമായി, ഒരു ശൃംഖലയായി മാറിയിരിക്കും. ഒരമ്മയുടെ പഴയ കാലത്ത് ഒരമ്മയുടെ മക്കൾ 10-14 കാലത്ത് ഒരു മകന് ഒരു ദുഃഖമുണ്ടായാൽ ആ കുടുംബത്തിലെ മറ്റു മക്കളെല്ലാം ആ ദുഃഖം പങ്കുവച്ചിരുന്നു. സന്തോഷമുണ്ടായാൽ ആ കുടുംബത്തിലെ മുഴുവൻ ആളുകൾ ആ സന്തോഷം പങ്കുവച്ചു. ഇപ്പോൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച ഒരു മകനൊരു സന്തോഷമുണ്ടായാൽ അതേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച മറ്റൊരു മകൻ്റെ ദുഃഖമായി മാറും ആ സന്തോഷം. അവന് ദുഃഖമുണ്ടായാലും ഇവന് സന്തോഷവും. അപ്പോൾ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവച്ചിരുന്ന പഴയ വ്യവസ്ഥിതിയിൽ നിന്ന് സുഖങ്ങൾ ദുഃഖങ്ങളായി, ദുഃഖങ്ങൾ സുഖങ്ങളായി മാറിയിരിക്കുന്ന ഒരു അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്ന ഈ കാലത്ത് ഈ ശൃംഖലയിൽ പ്രവർത്തിക്കുന്ന, കേബിൾ ശൃംഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബം, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം അവരുടെ മക്കളുടെ കലാപരിപാടി, അതാണ് പരസ്പരം സ്നേഹിക്കുക, വിശ്വസിക്കുക, പരസ്പരം സഹായിക്കുക, സഹവർത്തിത്വത്തോടുകൂടി ചെയ്യുക. ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷനായി. സംസ്ഥാന സമിതി അംഗങ്ങളായ ഷുക്കൂർ കോളിക്കര, സതീഷ് K പാക്കം, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ, COA കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി എന്നിവർ സംസാരിച്ചു. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സ്വാഗതവും ട്രഷറർ P വിനോദ് നന്ദിയും പറഞ്ഞു. സംഘാടക സമിതിയുടെ രക്ഷാധികാരിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യെയും ചെയർമാനായി ഷുക്കൂർ കോളിക്കരയെയും ജനറൽ കൺവീനറായി ഹരീഷ് P നായരെയും വൈസ് ചെയർമാൻമാരായി A സുനിൽകുമാർ, ദിവാകര എന്നിവരെയും കൺവീനറായി പാർത്ഥസാരഥിയെയും ട്രഷററായി P വിനോദിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.